ഹായ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അയില വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്. ഒരു ചെറിയ ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഈ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നമുക്കൊരു പുതിയ കറി ഉണ്ടാക്കാനായിട്ട്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ സവാളയെല്ലാം അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ചീനിച്ചട്ടി അടുപ്പേ വയ്ക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിനകത്ത് കടുവോ മറ്റോ ഉലുവയോ ഒന്നും വാരിയിടരുത്. ആ എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം, അത് ശ്രദ്ധിക്കേണ്ടത്, ചട്ടി നല്ലോണം ചൂടായതിന് ശേഷം വേണം നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കാനായിട്ട്. വെളിച്ചെണ്ണ ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട്. ആ ചൂടായി വരുന്ന സമയത്ത് കടുക് ആരും ഇടരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു രീതിയിലാണ് കറി വയ്ക്കുന്നത്. എണ്ണ ചൂടായി വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചി ഇടുക. അതിന് ശേഷം അതിനകത്തോട്ട് രണ്ട് കഷ്ണം നല്ല കുറച്ച് അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇടുക. അതിന് ശേഷം അരിഞ്ഞു വെച്ചിരുന്ന സവാള ഇടുക. ഇതിനി നല്ലോണം ഒന്ന് ഇളക്കി വഴറ്റി കൊടുക്കണം. നല്ല വൃത്തിയായിട്ട് ഇളക്കണം. ഇളക്കി അത് വഴന്നു വരും. അതായത് നമ്മൾ ചിക്കനൊക്കെ വേവിക്കാൻ ഇഞ്ചി വെളുത്തുള്ളിയും സവാളയും കൂടെ വഴറ്റത്തില്ലേ. പിന്നെ ഒരു പ്രത്യേക കാര്യം, ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിനകത്ത് ഇടരുത്. പച്ചമുളക് ഇതിനകത്ത് ഇട്ടാൽ അത് വഴന്നു വന്ന് നമ്മൾ മിക്സിയിൽ ഈ ഉള്ളിയും സവാള ഇഞ്ചിയൊക്കെ അരച്ചെടുക്കണം. അത് മിക്സിയിലിട്ട് അരയ്ക്കുമ്പോഴത്തേക്ക് അതിന് വേറൊരു ടേസ്റ്റ് വരും. പച്ചമുളക് അരയ്ക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് ആ വഴന്നു വരുന്നതിനകത്തോട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി അധികമാകരുത്, കുറച്ച്, അതോടിട്ട് വീണ്ടും നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ചിക്കനൊക്കെ വഴറ്റത്തില്ലേ എന്ന് പറയുന്നത് നല്ലോണം വഴറ്റണം. അത് അടി പിടിക്കുന്നെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വീണ്ടും അത് വഴറ്റിയെടുക്കുക. നല്ല വൃത്തിയായിട്ട് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഇറക്കി വെച്ച് ചൂടാറുന്നത് വരെ നമ്മളത് ചിക്കിയെടുക്കുക. ചൂടാറാൻ ചിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്കിത് മിക്സിയിൽ അരച്ച് തരണം. നിങ്ങൾ കണ്ടല്ലോ ഞാൻ അതിനകത്ത് എന്തൊക്കെ ചേർത്തെന്ന്. അത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇതൊരു വെറൈറ്റി മീൻകറിയാണ്. ഈ ചൂടാറിയതിന് ശേഷം നമുക്കത് മിക്സിയിലോട്ട് ഇട്ട് അരച്ചെടുക്കാം. ഈ പേസ്റ്റ് രൂപത്തിൽ അരച്ച് നമ്മൾ എടുക്കുന്നതായിരിക്കും. ചൂടാറിയതിന് ശേഷം അരയ്ക്കാവുള്ളൂ. അത് നമ്മൾ ആ വഴറ്റിയ ചീനിച്ചട്ടി അടുപ്പേ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടതിന് ശേഷം ഈ മസാല ഇളക്കി യോജിപ്പിക്കുക. നല്ലോണം ഇളക്കി വഴറ്റി കഴിയുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നതുണ്ടോ, അത് മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചാലും നല്ലതാണ്. അത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂക്കണം കേട്ടോ. മൂത്ത് വരുമ്പോഴത്തേക്ക് മിക്സിയിലെ ജാറിൽ വെള്ളം ഒഴിച്ചല്ലോ, ആ വെള്ളം നമ്മൾ അതിനകത്ത് ഒഴിച്ചിട്ട് 2 കഷ്ണം പുളി ഇടുക. വാളംപുളി ചേർക്കുന്നവർക്ക് ആ ടേസ്റ്റ് ആവും, കുടംപുളി ചേർക്കുന്നവർക്ക് ആ ടേസ്റ്റ്. എന്തായാലും പുളി നമുക്ക് ചേർക്കാതെ മീൻകറി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിനകത്തോട്ട് പുളി ചേർത്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരുന്ന മീനൂടെ ചേർത്ത് നല്ല വൃത്തിയായിട്ട് ഇളക്കി കൊടുക്കുക. കണ്ടോ, മീൻ ഇട്ടതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല വൃത്തിയായിട്ട് ഉപ്പൂടെ ചേർത്ത് ഇളക്കുക. നല്ല ചെറിയ ആവികൾ വരുന്നുണ്ട്. അതായത് മീൻ അത് ചൂടായി വരുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ അതിനകത്തോട് അരിഞ്ഞു വെച്ചിരുന്ന 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പച്ചമുളക് പകുതി ഒന്ന് ചൂടായിട്ടേ ഇട്ട് കൊടുക്കാവുള്ളൂ. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ കറിയുടെ തന്നെ ആ രൂപം മാറി ചെറിയ ആവികൾ വരുന്നില്ലേ, ജസ്റ്റ് നമുക്ക് ഒരു അടച്ചു കൊടുക്കാം. അടച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അതൊന്ന് തുറന്നു നോക്കാം. നല്ല വൃത്തിയായിട്ട് തിളച്ചിട്ടുണ്ടാവും. തിളച്ച് നല്ല മണമൊക്കെ വരുന്നുണ്ട്. വേറൊന്നും നമ്മളതിൽ ചേർക്കത്തില്ല കേട്ടല്ലോ. മുളകും മല്ലിയും മഞ്ഞൾപ്പൊടി ഉലുവാപ്പൊടി മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്ത് വെറൈറ്റിയായിട്ട് വറുത്ത് ചേർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് കണ്ടോ, നല്ലതായിട്ട് എക്സ്ട്രാ അതിനകത്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ പച്ചമുളകും കുടംപുളിയും പച്ചമുളകും കരിവേപ്പിലൊന്നും ഇല്ലാതെ നമുക്ക് മീൻകറി വയ്ക്കാൻ പറ്റില്ല. ഓരോ സമയവും അത് തിളച്ച് വരാം. നല്ല കുറുകിയ കറി കണ്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. ആ കറി നല്ല സൂപ്പറായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും എനിക്ക് വീഡിയോ ഇടണമെന്നില്ല. അതുപോലെ തന്നെ കറിയും നോക്കി നല്ലോണം കുറുകി വന്നിട്ടില്ലേ, അത് കണ്ടാൽ തേങ്ങയൊക്കെ വറുത്തരച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കഴിയാറായി. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ. ടാറ്റാ, ബൈ ബൈ.